എന്താടോ, ഞാൻ എപ്പോ ഇൻവെസ്റ്റ് ചെയ്താലും എന്റെ ഇൻവെസ്റ്റ്മെന്റ് വളരില്ല. എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും കൂടുതൽ തിരിച്ചു തരണമെന്നുണ്ട്. തനിക്ക് ഗ്രോത്ത് വേണമെങ്കിൽ താൻ ICICI പ്രൊഡൻഷ്യൽ ഇക്വിറ്റി സേവിങ്സ് ഫണ്ട് ട്രൈ ചെയ്യൂ. ഇക്വിറ്റി സേവിങ്സ് ഫണ്ടോ? കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റുകാർക്ക് മാത്രമേ കൊള്ളൂ. ഒരിക്കലുമല്ല. ഈ സ്കീം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്, ആർബിട്രേജ്, മറ്റ് ഡെറിവേറ്റീവ് സ്ട്രാറ്റജീസ് എന്നിവയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് സ്ഥിരമായ വരുമാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബീറ്റ ലോ ആക്കുന്നു, അതായത് കുറഞ്ഞ വോളറ്റിലിറ്റി. ഇത് നിങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ താരതമ്യേന സ്ഥിരമായ റിട്ടേൺസും ക്യാപിറ്റൽ അപ്രീസിയേഷനും നൽകും. കൊള്ളാമല്ലോ, ക്യാപിറ്റൽ അപ്രീസിയേഷനും ഗ്രോത്തും ഒരുമിച്ച്. പക്ഷേ റിസ്കുകൾ ഉണ്ടാവില്ലേ? ചെറിയ റിസ്ക് ഉണ്ട്. പക്ഷേ ഇത് ഇക്വിറ്റി, ഡെറ്റ്, ആർബിട്രേജ് തുടങ്ങിയ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ മിക്സ് ആയതുകൊണ്ട് കാര്യങ്ങൾ ബാലൻസ് ആകാൻ സഹായിക്കുന്നു. ഈ ആർബിട്രേജ് എന്നാൽ എന്താണ്? ചിലപ്പോൾ ഒരേ അല്ലെങ്കിൽ ഒരുപോലെയുള്ള അസറ്റ്സിന്റെ വില വ്യത്യസ്ത മാർക്കറ്റ്സിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോഴൊക്കെ ഇത്തരമൊരു അസറ്റ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി മറ്റൊരു മാർക്കറ്റിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതിനെയാണ് ആർബിട്രേജ് എന്ന് വിളിക്കുന്നത്. ഇത് കൊള്ളാമല്ലോ. അത് തന്നെ. പ്ലസ് ഇതൊരു ലോ ടു മോഡറേറ്റ് റിസ്ക് ഉള്ള ഫണ്ടാണ്. ഒരു ഇക്വിറ്റി ഫണ്ടിന്റെ വളർച്ചാ സാധ്യതയും നികുതി ആനുകൂല്യവും നൽകുമ്പോൾ തന്നെ ഒരു ഡെറ്റ് ഫണ്ടിന്റെ ലിക്വിഡിറ്റിയും കുറഞ്ഞ അസ്ഥിരത ആനുകൂല്യങ്ങളും നൽകുന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഗോളുകൾക്ക് അനുയോജ്യമായ ഒന്നാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഗ്രോത്തും താഴ്ന്ന വോളറ്റാലിറ്റിയും വേണമെങ്കിൽ സെർച്ച് ചെയ്യൂ ICICI പ്രൊഡൻഷ്യൽ ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്. ഇത്തരം കൂടുതൽ കോണ്ടന്റിനായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും ശ്രദ്ധാപൂർവ്വം വായിക്കുക.